أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു തീൻ ആയത് നമ്പർ 1 മുതൽ 4 വരെ. അർത്ഥം: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത്തിയും ഒലീവും കൊണ്ട് സത്യം, സീനായ മലയെ കൊണ്ടും സത്യം, നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ടും സത്യം. ഈ ആയത്തുകളുടെ വിശദീകരണം തഫ്സീർ കബീർ അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിക്കുകയാണ്. ഈ സൂറത്തും ഇതിനു മുൻപുള്ള സൂറത്തുൽ ഇൻഷിറാഹ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹുസൂർ പറയുകയാണ്. ഇൻഷിറാഹിൽ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം വളരെ നല്ലതായിരുന്നു എന്നാണ്. കാരണം നന്മയുടെ അല്ലെങ്കിൽ വളരെ നല്ല ഒരു അന്ത്യത്തിൻ്റെ ലക്ഷണങ്ങൾ, അതിൽ എല്ലാ ലക്ഷണങ്ങളും അത്യാവശ്യമായിട്ട് കാണേണ്ട എല്ലാ ലക്ഷണങ്ങളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ കാണപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് പിന്താങ്ങിക്കൊണ്ട് മുൻ സമൂഹങ്ങളുടെ സാക്ഷ്യമാണ് ഈ സൂറത്തു തീനിൽ പറയുന്നത്. ലോകത്ത് എപ്പോഴും ഒരു യുക്തിപരമായിട്ടുള്ള തെളിവ് സമർപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യന് അതിൽ പൂർണ്ണമായി തൃപ്തനാവുന്നില്ല. കാരണം മനുഷ്യന് അത് കൂടാതെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമെന്ന രീതിയിലുള്ള ചില തെളിവുകളും കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതിലൂടെ അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് നല്ല നിലയിൽ ഇത് സാധ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. സൂറത്തുൽ ഇൻഷിറാഹിൽ യുക്തിപരമായ തെളിവുകൾ സമർപ്പിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഈ സൂറത്തിൽ ഉദാഹരണമെന്ന നിലക്ക് മുൻകഴിഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളെയാണ് സമർപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇതേ രീതിയിലുള്ള, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന ഇതേ രീതിയിലുള്ള അവസ്ഥയിൽ നിന്ന് അള്ളാഹു ചില മുൻ സമൂഹങ്ങളെ പുരോഗമനം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരികയുണ്ടായി. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫലമെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതിനുദാഹരണമായി പറയുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും എല്ലാ സമയത്തും ഉണ്ടായതുപോലെ എതിർപ്പിൻ്റെ സാഹചര്യത്തിൽ നിന്നും വെറും ആത്മീയമായിട്ടുള്ള ശക്തി കൊണ്ട് മാത്രം അവർ വിജയം കരസ്ഥമാക്കുകയുണ്ടായി. ഇപ്പോൾ അതുതന്നെയാണ് സംഭവിക്കുവാൻ പോകുന്നത്. അതിനുശേഷം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്തിലൂടെ മുന്നോട്ടുള്ള വിഷയം തുടരുന്നു. തുടക്കത്തിൽ പാരായണം ചെയ്ത 3 ആയത്തുകളുടെ വിശദീകരണം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഈ ആയത്തുകളുടെ വിശദീകരണം മുഫസ്സിരീന്മാരുടെ വാക്കുകളാൽ കേൾക്കാം. അതായത് മുഫസ്സിരീന്മാർ ഈ ആയത്തുകൾക്ക് നൽകിയ വിശദീകരണമാണ് ആദ്യമായി ഹുസൂർ സമർപ്പിക്കുന്നത്. അവർ പറയുന്നു, നമുക്ക് സത്യമായും അല്ലെങ്കിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ഒലീവ്, അത്തിപ്പഴം, അതുപോലെ തന്നെ സീനാ പർവ്വതം, ബലദുൽ അമീൻ എന്നിവയെല്ലാം സാക്ഷി എന്നോണം സമർപ്പിക്കുന്നു. ഈ വസ്തുക്കളെ വസ്തു എന്ന രീതിയിൽ തന്നെ ഇവിടെ സാക്ഷി എന്നോണമാണ് സമർപ്പിക്കപ്പെടുന്നത് എന്നാണ് പല മുഫസ്സിരീന്മാരും പറയുന്നത്. അതിൽ ഹുസൂർ മുന്നോട്ട് പറയുന്നു, ഫതഹുൽ ബയാനിൽ പറയുന്നത് അറബിയിലുള്ള ഒരു ഭാഗമാണ്, അതിൻ്റെ പരിഭാഷ കേൾപ്പിക്കുന്നു. അതായത് അധികം മുഫസ്സിരീന്മാർ പറയുന്നത് ഈ സൂറത്തിൽ വത്തീൻ എന്ന പദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ സാധാരണ ഭക്ഷിക്കുന്ന അതേ അത്തിപ്പഴം തന്നെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വസൈത്തൂൻ
എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒലീവ് എന്ന ഫലം തന്നെയാണെന്നും പരാമർശിക്കപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലുള്ള ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക ഹമീദും മജീദ്. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.